അങ്ങനെ നമ്മുടെ ഗീതാഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ഓണമൊക്കെ ആവാറായപ്പോൾ തൊട്ട് വീഡിയോ ഇപ്പോൾ ഒന്നും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് മുതൽക്ക് എല്ലാ സീരിയലുകളുടെയും, അതായത് ഞാനിടുന്ന 4 സീരിയലുകളുടെയും, ചെമ്പനീർ പൂവ്, ഗീതാഗോവിന്ദം, പത്തരമാറ്റ്, അതുപോലെ തന്നെ നമ്മുടെ മൗനരാഗം, ഈ 3 സീരിയലുകളുടെയും റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ ട്രോൾ വീഡിയോകൾ, നമ്മുടെ സീരിയലിൻ്റേത് മാത്രമായിട്ടുള്ള ട്രോൾ വീഡിയോകൾ വളരെ ഫണ്ണി ആയിട്ട് തന്നെ ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡെന്ന് പറഞ്ഞാൽ ഗീതാഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡ് പഴയതൊന്നും പറയുന്നില്ല. ഇപ്പോൾ അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ ഗീതുവിനെയും കൂട്ടി ഗോവിന്ദ് രഹസ്യമായിട്ട് ആരും അറിയാതെ ഹണിമൂൺ ആഘോഷിക്കാനായിട്ട് പോകുമ്പോൾ അവിടേക്ക് വരികയാണ് നമ്മുടെ രാധികാമ്മയും അറയ്ക്കൽ ഫാമിലിയിലുള്ള അയ്യപ്പേട്ടൻ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാവരും അവിടേക്ക് വരികയാണ്. അവരൊരു വലിയൊരു ഹൗസ് ബോട്ടിലാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഗോവിന്ദ് ഗീതവും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ഓരോരോ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഗോവിന്ദും ഗീതവും അവിടെ തന്നെ ബ്ലോക്കായി പോയിരിക്കുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഗീതു ഒരു അലമാരിക്കുള്ളിലായി പോവുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഗീതു നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ നമ്മുടെ രേഖ ശരിക്കും നമ്മുടെ എന്താണ് വരുണിന് വേണ്ടിയിട്ട് രേഖ വരുണിന് മയക്കുപൊടിയിട്ട്, അതായത് രേഖ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണ്. നമ്മുടെ വരുണിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉറക്കമരുന്നിട്ടിട്ട് പാല് കൊടുക്കുകയാണ്. ആ പാല് നമ്മുടെ വരുണ് സ്നേഹത്തോടെ രേഖയെ കുടിപ്പിക്കുകയാണ്. അത് കുടിച്ച് ബോധം കെട്ട് കിടക്കുന്ന രേഖയുടെ അടുത്തേക്ക് അതിക്രമം കാണിക്കാനായിട്ട് നമ്മുടെ വരുൺ എത്തുന്ന സമയത്തിന് നമ്മുടെ ഗീതു ഇത് കാണുകയും ഗീതു നമ്മുടെ വരുണിനെ തലയ്ക്കടിച്ച് ബോധം കെടുത്തുകയും ചെയ്യുകയാണ്. അതേ സമയത്ത് നമ്മുടെ ഗോവിന്ദാണെങ്കിൽ അവിടെ കണ്ടൊരു കുടയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് മുഖംമൂടിയാക്കിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദും ഗീതവും അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പക്ഷെ ആരും കാണാതെ തന്നെ അവർ മറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ രാധികാമ്മയും കൂട്ടരും എല്ലാവരും തിരക്കുകയാണ് അവിടെ എന്താണ് നടന്നത് എന്നുള്ള കാര്യം. അപ്പോഴത്തേക്ക് ഇതെനിക്ക് വരുണിൻ്റെ തലയിൽ ഒരാൾ അടിച്ച കാര്യമൊക്കെ വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അവിടുത്തെ തന്നെ മാനേജരെയൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ് നമ്മുടെ രാധികാമ്മ. ഏതോ ഒരു അക്രമി കരുതിക്കൂട്ടി തന്നെയാണ് വരുണിനെ ആക്രമിച്ചതെന്നും ആ അക്രമി ആരാണെന്ന് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും തലയിൽ അടിക്കാൻ ഉപയോഗിച്ച ആ ഒരു ഫ്ലവർ ഫേഴ്സിനകത്ത് അക്രമിയുടെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ട് എന്നും, അതുപോലെ തന്നെ ആ കുടയുണ്ടല്ലോ മുഖംമൂടിക്കായിട്ട് കട്ട് ചെയ്തെടുത്തത്, അപ്പോൾ ആ കുടയ്ക്കകത്തും ഈ വിരലടയാളം പതിഞ്ഞിട്ടുണ്ടെന്നും, അതുകൊണ്ട് തന്നെ അക്രമിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, അതിനു വേണ്ടിയിട്ട് പോലീസിനെ വരുത്തണം എന്നൊക്കെയാണ് നമ്മുടെ രാധികാമ്മ ആവശ്യപ്പെടുന്നത്. പക്ഷേ മാനേജർക്ക് അറിയാം ഗോവിന്ദാണ് ഇതിൻ്റെ എല്ലാത്തിനും പിന്നിലെന്ന്. കാരണം ആ മാനേജരും അജാസും ക്ലോസ് ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഗോവിന്ദിന് വേണ്ടുന്ന സപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കി കൊടുക്കാം എന്നൊക്കെ നമ്മുടെ മാനേജർ പറഞ്ഞെങ്കിലും നമ്മുടെ രാധികാമ്മ അതിനെ എല്ലാത്തിനും ബ്ലോക്ക് ചെയ്യുകയാണ്. രാധികാമ്മ പറയുകയാണ് ഇനി ഈ ഹൗസ് ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള എല്ലാ കവാടങ്ങളും അടയ്ക്കാനായിട്ട് നമ്മുടെ മാനേജരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഗീതവും ഗോവിന്ദും മാറി നിന്ന് അതൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ മാനേജർ പറയുകയാണ് ശരിയെന്ന് പറയുമ്പോൾ രാധികാമ്മ പറയുകയാണ് CCTV ഫുട്ടേജ് പരിശോധിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ മാനേജർ അറിയിക്കുകയാണ് CCTV ഫുട്ടേജ് ഒന്നും എടുക്കാൻ പറ്റില്ല, അതിൻ്റെ ഹാർഡ് ഡിസ്കൊക്കെ ഇന്നലെ തന്നെ കളവ് പോയി എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് മാറി നിന്ന് കേട്ടിട്ട് ഗീതു ഇങ്ങനെ നോക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അത് ഞാൻ തന്നെ ആദ്യം അടിച്ചു മാറ്റി, അതിന് ശേഷമാണ് ഞാൻ അവിടെ മുഖംമൂടി ധരിച്ച് വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർ 2 പേരും കൂടി ഒളിച്ച് ഓടി വേഗം പോയി മറ്റൊരു റൂമിൽ കയറി വാതിലടയ്ക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ടിട്ട് നമ്മുടെ വരുൺ ചോദിക്കുന്നുണ്ട്, രേഖയോട് ചോദിക്കുന്നുണ്ട്, നീ തന്നെയാണോ എൻ്റെ തലയ്ക്കടിച്ച് എന്നെ ബോധം കെടുത്തിയതെന്ന്. അപ്പോൾ രേഖ പറയുകയാണ് ഞാനെങ്ങനെ ചെയ്യാനാണ്, ഞാൻ ആ സമയം ബോധം കെട്ട് കിടന്ന് ഉറങ്ങുകയായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ ഗോവിന്ദും ഗീതവും കൂടി മാറി ഇരുന്നിട്ട് ചർച്ച ചെയ്യാണ് എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഗോവിന്ദ് പറയണ ഒരു കാര്യം ചെയ്യാം, അജാസിനെ വിളിക്കാം, അജാസ് എന്തായാലും ഇങ്ങോട്ട്
വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അജാസിനെ വിളിച്ചിട്ട് കാര്യം ആവശ്യപ്പെടാമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് അജാസിനെ വിളിക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് അവർണികയും അജാസും കൂടി അങ്ങോട്ടേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയം എന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടക്കുകയാണ്, കമ്പനിയുടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ അവർണികയും കൂടിയാണ് അജാസിൻ്റെ കൂടെ വരുന്നത്. എന്നാൽ ഇവരെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ കിഷോറും അങ്ങോട്ടേക്ക് വരികയാണ്. കിഷോർ ബൈക്കിൽ ഇവരെ ഫോളോ ചെയ്യുകയാണ്. കിഷോർ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തൊക്കെയോ കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, ഇന്ന് തന്നെ 2 പേരെയും പിടികൂടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ കിഷോർ ഇവരെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഇടയ്ക്ക് വിളിച്ചിട്ട് നമ്മുടെ അജാസിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇതിനൊക്കെ ഞാനും ഗീതു കൂടെ പെട്ടുപോയിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ വന്നാലേ പറ്റൂ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ഗോവിന്ദ് തന്നെ നമ്മുടെ അജാസിന് കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. അങ്ങനെ അതേ സമയത്ത് നമ്മുടെ രാധികാമ്മയും നമ്മുടെ കാഞ്ചനയും മാറി നിൽക്കുകയാണ്. അവരിങ്ങനെ ആലോചിച്ചുകൊണ്ട് വരികയാണ്, ആരായിരിക്കും ഇവിടെ വരുണിൻ്റെ തലയ്ക്കടിച്ച് ബോധം കെടുത്തിയിട്ടുള്ളത്? ആരായാലും ദൂരോട്ടൊന്നും പോയി കാണില്ല, ഇവിടെ എവിടെയെങ്കിലും മറഞ്ഞ് നിൽപ്പുണ്ടായിരിക്കും, അവരിനിയും ആരെയെങ്കിലും ആക്രമിക്കാനൊക്കെ പദ്ധതി കൂടിയിട്ടുണ്ടായിരിക്കുമോ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ സമയത്തിന് അടഞ്ഞു കിടക്കുന്ന ഒരു റൂം ഇവരുടെ കണ്ണിൽ പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാധികാമ്മയെ കാഞ്ചന കാണിച്ചിട്ട് പറയുകയാണ്, മാമി ആ റൂം കണ്ടില്ലേ അടഞ്ഞു കിടക്കുന്നത്, ആ വാതിലിനുള്ളിൽ ആരെങ്കിലും ഉണ്ടാവോ? അപ്പോൾ നമ്മുടെ രാധികാമ്മ പറയണേ, അതിനകത്ത് ദുൽഖർ സൽമാനും വൈഫും ഉണ്ടെന്നാണെന്നല്ലോ പറഞ്ഞത്, അവർ ഹണിമൂൺ ആഘോഷിക്കുകയല്ലേ. ആദ്യമൊക്കെ എല്ലാവരും സന്തോഷമായിട്ട് ഹണിമൂൺ ആഘോഷിക്കും, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ സന്തോഷമൊക്കെ അങ്ങ് പൊയ്ക്കോളും എന്നിങ്ങനെ രാധികാമ്മ പറയുകയാണ്. അതിനുശേഷം രാധികാമ്മ പറയാണ്, എന്തായാലും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാം, ഇതേണക്കൊരു കക്ഷി ഇവിടെ ഉണ്ട്, ഏത് നേരവും ആരെയും ആക്രമിക്കാം, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് നമുക്ക് അവരോട് പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാധികാമ്മ വാതിലിൻ്റെ അവിടെ പോവുകയാണ്. വാതിലിൻ്റെ അവിടെ നമ്മുടെ കാഞ്ചനയും കൂടെ ചെല്ലുകയാണ്. എന്നിട്ട് വാതിലിൽ മുട്ടുകയാണ്. അപ്പോൾ ഗീതു ഗോവിന്ദനോട് പറയണം, കണ്ണേട്ടാ അജാസൊക്കെയാണെന്ന് തോന്നുന്നു, നമുക്ക് വാതിൽ തുറക്കാമെന്ന് പറഞ്ഞിട്ട് ഗീതു മുമ്പേ ചെല്ലുകയാണ്. വാതിൽ തുറക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഗോവിന്ദ് ഗീതുവിനെ പിടിച്ച് മാറ്റിയിട്ട് ഹോളിൽ കൂടെ നോക്കുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ രാധികാമ്മയും കാഞ്ചനയും കാണുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണേ, എൻ്റെ ഗീതു നീ ആ വാതിലിൻ്റെ ഹോളിൽ കൂടെ ഒന്ന് നോക്കൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ ഒരു ലെൻസിൽ കൂടെ നോക്കുകയാണ് നമ്മുടെ ഗീതു. നോക്കുമ്പോൾ കാണുകയാണ് രാധികാമ്മയും കാഞ്ചനയും കാണുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗീതു ശബ്ദം മാറ്റിയിട്ട് രാധികാമ്മയോട് വായിൽ വിരൽ വെച്ചിട്ട് വോയിസ് ചേഞ്ച് ചെയ്ത് സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇംഗ്ലീഷിൽ കുറേ തെറിയൊക്കെ വിളിക്കുകയാണ് ഗീതു. അത് കേൾക്കുമ്പോൾ രാധികാമ്മയ്ക്ക് നാണക്കേടാവുകയാണ്. അപ്പോൾ ഗോവിന്ദും ശബ്ദം മാറ്റിയിട്ട് സംസാരിക്കുകയാണ്. ഗോവിന്ദ് തെറിയൊന്നും പറയുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാധികാമ്മ കാഞ്ചനയോട് പറയണം, എന്നെ ഇങ്ങനെ തെറി വിളിച്ചതും ഞാൻ ഇവിടെ വന്ന് വാതിൽക്കൽ വന്ന് നിന്നതൊന്നും നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ കാഞ്ചനയും കൂട്ടി പോവുകയാണ്. ആ സമയത്തിന് ഗോവിന്ദ് ഗീതുവിനോട് ചോദിക്കണേ, നീ മനഃപൂർവ്വം എൻ്റെ അമ്മയെ തെറി വിളിച്ചതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗീതു പറയണേ, സത്യം പറയാമല്ലോ കണ്ണേട്ടാ, അത് സത്യസന്ധമായ കാര്യം തന്നെയാണ്, ഞാൻ കുറേ നാളുകൊണ്ടേ ഇവരെ ഓങ്ങി വയ്ക്കുകയാണ്, ഇന്നാണ് എനിക്ക് അവരെ തെറി വിളിക്കാൻ പറ്റിയത് എന്നിങ്ങനെ ഗീതു പറയുകയാണ്. അതേ സമയത്ത് നമ്മുടെ കിഷോറാണെങ്കിൽ പെട്ടെന്ന് വരികയാണ്. വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ആ ഹൗസ് ബോട്ട് മുന്നോട്ടെടുക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് കിഷോർ അവിടെ എത്തുന്നത്. ആ ബോട്ടിനെ അങ്ങോട്ട് നോക്കിയിട്ട് നിർത്തൂ എന്ന് കിഷോർ പറയുന്നുണ്ടെങ്കിലും ബോട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് കിഷോർ പറയണ, കുറച്ചുകൂടി നേരത്തെ ഇവിടെ വന്ന് നിന്നാൽ മതിയായിരുന്നു, ഇതേ ഇപ്പോൾ ബോട്ട് പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് കിഷോർ ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ്. പെട്ടെന്നങ്ങ് പറഞ്ഞു നിർത്തിയതാണ്, കാരണം ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ ഒന്നും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം നാളെ വീഡിയോയുമായിട്ട് വരുമ്പോൾ നല്ല ഫാസ്റ്റായിട്ട് പറയാതെ എല്ലാം വിശദമായിട്ട് എന്നെ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ട്രോൾ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ വരും, നല്ല ഫണ്ണി ആയിട്ട് തന്നെ കണക്കാക്കണം. ഈ സീരിയലിൻ്റെയൊക്കെ ട്രോൾ വീഡിയോ ആയിരിക്കും ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നത്, കാരണം ഞാൻ സീരിയലിൻ്റെ റിവ്യൂ ആണല്ലോ ഈ ചാനലിലൂടെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട്, ഉത്തര ഉണ്ണി എന്ന പേരിലൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് ഇതുപോലെ സീരിയലും കാര്യങ്ങളും ഒന്നുമല്ല. അതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. റിയാക്ഷൻ വീഡിയോയുടെ ചാനലാണ് അത്. അതുകൊണ്ട് തന്നെ നമ്പർ 1 ആയിട്ട് തെറികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്നോട് താല്പര്യമുള്ള എല്ലാവരും കാണണം. താല്പര്യമുള്ളവരൊക്കെ പോയി കാണുക. താല്പര്യമില്ലാത്തവരെ നിർബന്ധിക്കുന്നതൊന്നുമില്ല. ഇങ്ങനെ ഒരു ചാനൽ കൂടി ഉണ്ട് എന്ന് നിങ്ങളെ ഞാൻ അറിയിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.